യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 61-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഓരോ ദൈവമക്കളും എല്ലാ പ്രഭാതത്തിലും എല്ലാ ദിവസത്തിലും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്, കർത്താവേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ, അങ്ങയുടെ കൂടാരത്തിൽ ഞാൻ എന്നും വസിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവന് ദൈവം അവൻ്റെ ശക്തമായ ഗോപുരവും അവൻ്റെ കോട്ടയുമായിരിക്കും. അവനെതിരെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്നു മുതൽ സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. ആ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിങ്ങളെപ്പോഴും വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളാണേലും വിദൂരത്ത് കഴിയുന്ന മക്കളെ ദൈവത്തിൻ്റെ സംരക്ഷണയിലേക്ക് നമുക്ക് വിടാം. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ആ ദൈവപരിപാലനയിൽ നിങ്ങളെപ്പോഴും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യത്തിനു വേണ്ടി ഇറങ്ങുന്നു, നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയുടെ മേലും മക്കളുടെ മേലും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.